അതെ, നല്ല സന്തോഷാണ്. സംസ്ഥാനത്ത് തുടർച്ചയായി 14 തവണയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്ക് ഇരുത്തി വിജയം നേടുന്ന സ്കൂളായി മലപ്പുറം എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ആഘോഷം നടക്കുകയാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു വിജയമാണ്. ഇപ്പോൾ സ്കൂളിലെ അധ്യാപകർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് 14ാം തവണയാണ് വിജയം അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ഒരു ആഹ്ലാദ നിമിഷത്തിലാണ് ഇപ്പോൾ സ്കൂൾ മൊത്തം ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2030 കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കി എന്ന് പറയുന്ന മഹത്തായ ഒരു ശ്രമം ഞങ്ങളുടെ അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് 99.8% കുട്ടികൾ അതിൽ പാസ്സാവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ തിളക്കമാർന്നൊരു വിജയമാണ്. 152 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ നേടാനായി സാധിച്ചിട്ടുണ്ട്. ഇത് PKM 14 വർഷമായിട്ട് PKM ഏറ്റവും കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി പരീക്ഷയ്ക്ക് ഇരിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇപ്രാവശ്യം ഞങ്ങളുടെ മുമ്പിൽ തികഞ്ഞ വെല്ലുവിളിയായിരുന്നു. കാരണം സിലബസിലുള്ള മാറ്റം, അതിൻ്റെ അപ്പുറത്തേക്ക് പരീക്ഷാ ഘടനയിലുണ്ടായ മാറ്റം, ഇത് കുട്ടികളെ വല്ലാതെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ പ്രയാസം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള തികഞ്ഞ പ്ലാനിംഗ് ആണ് നമ്മളുടെ റിസൾട്ട് ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് 8ലും 9ലും 10ലും ഉണ്ട്. ആ അധ്യാപകർ കൂടിയിരുന്ന് പ്ലാൻ ചെയ്ത് ബാക്കിയുള്ള ആളുകൾ അതിനുവേണ്ടിയുള്ള കഠിന ശ്രമം നടത്തി മാനേജ്മെന്റിന്റെ പരിപൂർണ പിന്തുണയോട് കൂടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് അതിലേക്ക് നയിച്ചത്. എന്തായാലും കേരളത്തിൽ തന്നെ മികച്ചൊരു വിജയമാണ് ഇത് എന്നുള്ളത് തർക്കമില്ല. ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന്റെ പേര് അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇത്ര തവണ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇരുത്തുന്ന വിദ്യാലയം എന്നുള്ള രീതിയിൽ ഇനിയും ഞങ്ങളുടെ ഈ വിജയഗാഥ ഞങ്ങൾക്ക് തുടരാനാകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മികച്ച വിജയം ഈ നാടിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ പഠിച്ച കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക്, അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ വിജയം സമർപ്പിക്കുകയാണ്. മറ്റു അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പ്രിൻസിപ്പളാണ്, സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഏതാണ്ട് 10-14 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാലയമാണ്. എന്താണ് നമ്മൾ ഇതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ? നേരത്തെ സാറൊക്കെ പറഞ്ഞ പോലെ ഈ വിദ്യാലയം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിദ്യാർത്ഥികളെ കോച്ചിങ് നൽകിക്കൊണ്ട് SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ ടീച്ചേഴ്സും, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, മാനേജ്മെന്റ് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു പ്രവർത്തനം ഇതിന് നടക്കുന്നു. അത് വിജയം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആരും തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. നമ്മുടെ PTA ആണെങ്കിലും രക്ഷിതാക്കളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വളരെ രാവും പകലും ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തതാണ്. അങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇവിടെ പരീക്ഷയ്ക്ക് ഇരുത്തുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നൽകുകയും ചെയ്യുന്ന ഈ ഒരു നേട്ടം ഞങ്ങൾ നിലനിർത്തുന്നത്. ഈ വരും വർഷങ്ങളിൽ ഇത് തുടരും? തീർച്ചയായിട്ടും തുടരും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷത്തേക്കുള്ള കുട്ടികളെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് നമ്മൾ ഒരു അക്കാഡമിക് ഇയറിന്റെ അവസാനത്തിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള വിവിധ ടീം കമ്മിറ്റിയെ നമ്മൾ നിശ്ചയിക്കുകയും അവര് അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിംഗ് നടത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ അടുത്ത വർഷത്തേക്കുള്ള മുഴുവൻ പ്ലാനിംഗ് നടത്താൻ കഴിയുന്നു. അത് സ്കൂൾ തുറക്കുന്ന ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത വർഷത്തേക്കുള്ള മികച്ച പ്രവർത്തനം നടത്താൻ ഇപ്പോൾ തന്നെ നമ്മൾ സജ്ജരാണ്. അതിന് തൊട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് വളരെ ഫ്രഷായിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പം സ്കൂൾ മാനേജർ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇതിപ്പം 14ാം തവണയാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിക്കുന്നത് അല്ലെ? 14ാം തവണയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ 10ാം ക്ലാസ്സിൽ നമ്മൾ വിജയിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട്, ഒരു 150 കൊല്ലം മുമ്പത്തെ ഒരു ചരിത്രം. അതായത് എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ 2-3 ഗ്രാൻഡ് ഫാദർ മറികടന്നുകൊണ്ടുള്ള ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീയാണ് 5 ഓത്തുപള്ളി തുടങ്ങിയത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ മലബാർ കലാപത്തിന്റെ കാലത്ത്. അതായത് അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് മലബാറിൽ നടക്കുന്ന ഓരോ കലാപത്തിനെതിരിൽ അവരെ തോക്കിന്റെ മുമ്പൊക്കെ മടലുമായി പോയിരുന്ന കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ആളുകളൊക്കെ എത്ര മരിച്ചു വീഴുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ തുടങ്ങിയതാണ് ഓത്തുപള്ളി. ഓത്തുപള്ളിയിൽ അങ്ങനെ ഒരു പ്രത്യേക ജാതി മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഓത്തുപള്ളിയിലുള്ള വരുന്ന കുട്ടികൾക്ക് സാമൂഹ്യ പാഠവും കണക്കും പഠിപ്പിച്ചിരുന്നു. അവർക്ക് കഞ്ഞി കൊടുത്തിരുന്നു. അങ്ങനെ ആ കുട്ടികൾ അധികം പേരും വന്നിരുന്നത് ആ കഞ്ഞി കുടിക്കാനായിരുന്നു. ഉച്ചക്ക് ആ കഞ്ഞിക്ക് ശേഷം
പിന്നെ ഒരു കുട്ടികളും വരില്ലായിരുന്നു. പിന്നീടാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഈ എല്ലാ ഓത്തുപള്ളികളും ലോവർ പ്രൈമറി സ്കൂളായിട്ട് മാറ്റിയത്. ലോവർ പ്രൈമറി സ്കൂളുമായി മാറ്റിയതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് റവയും പാലൊക്കെ കൊടുക്കൽ തുടങ്ങിയത്. അതും അന്ന് ആ സ്ത്രീന്റെ ഭർത്താവായിരുന്നു പിന്നീട് അതൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ കാലാകാലങ്ങളിലായിട്ട് വന്നു. അതിനുശേഷം അന്നും തന്നെ ഉച്ചക്ക് ഈ ചോറൊക്കെ കഞ്ഞിയൊക്കെ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ റവയും പാലൊക്കെ കിട്ടിയതിന് ശേഷം കുട്ടികളൊക്കെ പോയിരുന്നു. അത് പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ഒരു കാലഘട്ടമായിരുന്നു. അതിന് ശേഷമാണ് അവരത് ലോവർ പ്രൈമറി ആക്കി തന്നതിന് ശേഷം ആ ലോവർ പ്രൈമറിയിൽ അവര് വളരെ കർക്കശമായി മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഒരു തീരുമാനമെടുത്ത് ഈ ലോവർ പ്രൈമറിയിൽ മതപഠനം പാടില്ല എന്ന്. ഓത്തുപള്ളി എന്ന് പറഞ്ഞാൽ ഒരു മതപഠനമായിരുന്നു. പക്ഷെ അവിടെ എല്ലാവരും പഠിച്ചിരുന്നു. എങ്കിലും ഈ ലോവർ പ്രൈമറി സ്കൂളിൽ മതപഠനം പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സ്ത്രീ പിന്നെ കുറെ 5 മദ്രസകൾ തുടങ്ങിയത്. അതിനുശേഷം അത് സ്കൂളുകളായിട്ട് വളരെ ഭംഗിയായിട്ട് ഇന്നും ഞങ്ങൾ അത് കൊണ്ടു നടക്കുകയും പിന്നീട് എന്റെ ഫാദർ അത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി മാറ്റുകയും ചെയ്തതാണ് PKM. അതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 4 കുടുംബത്തിൽപ്പെട്ട ഓരോരോ ഹെഡും ഓരോ ഉത്തരവാദിത്തപ്പെട്ടവരും ഈ ഗുരുകുല സമ്പ്രദായത്തിൽ അഷ്ടവൈദ്യന്മാരിൽ നിന്ന് ആയുർവേദം പഠിച്ചവരായിരുന്നു എല്ലാവരും. അത് ഋഷിവര്യന്മാർ ഒരുപാട് കാലം തപസ്സിരുന്നിട്ട് അവിടുന്ന് ഓരോരോ മരുന്നുകൾ കണ്ടുപിടിച്ചതിന്റെ അന്നത്തെ ലാബ് ആടായിരുന്നു. ആട് കഴിക്കുന്നത് മുഴുവൻ ആയുർവേദം മരുന്നായിരുന്നു. അങ്ങനെ എന്റെ ഫാദർ അടക്കം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിരുന്നു പി ഇബ്രാഹിമാജി. അദ്ദേഹം തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഈ PKM ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അവരായി കാണിച്ചു തന്ന വിശപ്പിന്റെയും പ്രയാസത്തിന്റെയും കാലഘട്ടത്തിൽ അവരായിട്ട് ഉയർത്തി കാണിച്ചു തന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ബ്ലഡിൽപ്പെട്ട പുതിയ ന്യൂ ജനറേഷന് ഓരോരുത്തർക്കും അതില് പ്രത്യേക താല്പര്യമുണ്ട്. ഇപ്പൊ ഏതായാലും കുറച്ച് കുട്ടികളൊക്കെ ഇടപെടുന്നുണ്ട്. നിങ്ങളൊക്കെ 10ാം ക്ലാസ് അല്ലേ? എല്ലാരും പാസ്സായിട്ടാ? എന്താ തോന്നുന്നു ഇപ്പൊ? നല്ല സന്തോഷം. എഡ്രിക്കോട് PKMസിന്റെ ഭാഗമായതിലും അതെ, നല്ല സന്തോഷാണ്. അതെ, നല്ല സന്തോഷാണ്. ക്ലാസ്സിലുള്ള എല്ലാവരും ചോദിച്ചോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇല്ല, കുറെ ആൾക്കാർ, ഞങ്ങള് കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ. ഏതായാലും ഇപ്പം അധ്യാപകരെ കാണുമെന്ന് പറയുന്നത് കണ്ടു? കണ്ടു. കുറെ ക്ലാസ് ടീച്ചറെ പിന്നെ വേറെ അധ്യാപകരെ കണ്ടു. എല്ലാവരും സന്തോഷത്തിലാണ്. ഏതായാലും അധ്യാപകർ മാത്രമല്ല, കുട്ടികളും മാനേജ്മെന്റും അധ്യാപകരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമുക്കിവിടെ കാണാം, അവരിവിടെ ആ റിസൾട്ട് വന്ന ഉടൻ തന്നെ ആ ഒരു ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നിപ്പോ വാർത്താ സമ്മേളനത്തിൽ എഡ്രിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരടക്കം പരാമർശിച്ചു. അധ്യാപകരൊക്കെ ദൃശ്യത്തിൽ കാണാം. അധ്യാപകരൊക്കെ ഇവിടെ വന്ന് അവരുടെ ആഘോഷ പരിപാടിയുടെ ഭാഗമാകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും തുടർച്ചയായി കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ 14 വർഷത്തോളമായി തുടർച്ചയായി ഈ വിജയത്തിന്റെ മധുരം നുകരുകയാണ് എഡ്രിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ആ വലിയ സന്തോഷത്തിലാണ് ഇപ്പോഴും ഈ വർഷവും PKM ഹയർ സെക്കൻഡറി സ്കൂൾ. അത് വരും വർഷങ്ങളിലും ഈ വിജയം തുടരും എന്ന് തന്നെയാണ് അധ്യാപകരും മാനേജ്മെന്റ് ഭാരവാഹികളും ഒക്കെ ഒറ്റക്കെട്ടായി പറയുന്നത്. എഡ്രിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ.